ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം. വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി 1, 2, 3 തീയതികളിൽ താനൂരിൽ നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാനും കായിക വകുപ്പ് മന്ത്രിയുമായ വി അബ്ദുറഹിമാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനുവരി 1 രാവിലെ 10 മണിക്ക് കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. CPIM മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി 1, 2, 3 തീയതികളിൽ താനൂരിൽ നടക്കും. ജനുവരി 1 രാവിലെ 10 മണിക്ക് മൂച്ചിക്കൽ ക്രൗൺ ഓഡിറ്റോറിയത്തിൽ പ്രതിനിധി സമ്മേളനം നടക്കും. പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, PK ശ്രീമതി, യളമരം കരീം, P. സതീദേവി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ബിജു, M. സ്വരാജ്, PA മുഹമ്മദ് റിയാസ് എന്നിവർ പങ്കെടുക്കും. ജനുവരി 3 സമ്മേളനത്തിന് സമാപനം കുറിച്ച് റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും നടക്കും. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം ജില്ല ഇന്നേവരെ കാണാത്ത രീതിയിലുള്ള വലിയ ജനങ്ങളുടെ മഹാസംഗമമായി മാറ്റാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന രണ്ടാമത്തെ ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് അധികാരത്തിലുള്ളത്. അപ്പോൾ ഈ ഗവൺമെൻറ് നാടിനായി നൽകിയുള്ള ധാരാളം വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ജനങ്ങളെ ബാധിക്കുന്ന നിരവധി കാര്യങ്ങളിൽ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ ധാരാളം പൊതുസമൂഹം എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതിൽ നിങ്ങളും പങ്കാളികളാവണം. നമ്മുടെ പൂർണ്ണമായുള്ള സഹകരണം അഭ്യർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ. 18 ഏരിയ കമ്മിറ്റി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 332 തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും 38 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രതിനിധി സമ്മേളന നഗറിൽ രാവിലെ 9:30 മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി പതാക ഉയർത്തും. ജനുവരി 1 ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും വൈകിട്ട് പൊതുചർച്ചയും നടക്കും. 2ാം ദിനം പൊതുചർച്ച തുടരും. തുടർന്ന് ചർച്ചയ്ക്കുള്ള മറുപടി. 3ാം ദിവസം ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം, സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ തെരഞ്ഞെടുക്കൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കൽ എന്നിവ നടക്കും. വൈകിട്ട് 4 താനൂർ ഹാർബർ പരിസരത്തു നിന്നും ചുവപ്പ് വളണ്ടിയർ മാർച്ചും താനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പൊതുപ്രകടനവും ആരംഭിക്കും. വൈകിട്ട് 5:30 പൊതുസമ്മേളനം നടക്കും. പൊതുസമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയും കൊടിമരവും സമ്മേളന നഗരിയിൽ സ്ഥാപിക്കാനുള്ള ദീപശിഖയും 31 അത്ലറ്റുകൾ ജാഥയായി കൊണ്ടുവരും. ദീർഘകാലം പാർട്ടി താനൂർ ഏരിയ സെക്രട്ടറി ആയിരുന്ന E. ഗോവിന്ദന്റെ വസതിയിൽ നിന്നാണ് ദീപശിഖ ജാഥ പുറപ്പെടുക. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V. ശശികുമാറാണ് ക്യാപ്റ്റൻ. സംസ്ഥാന കമ്മിറ്റി അംഗം VP സാനു റിലേ ഉദ്ഘാടനം ചെയ്യും. EK ഇമ്പിച്ചി ബാബയുടെ വീട്ടിൽ നിന്നാണ് പതാക ജാഥ ആരംഭിക്കുക. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. കലീമുദ്ദീനാണ് ജാഥ ക്യാപ്റ്റൻ. സംസ്ഥാന കമ്മിറ്റി അംഗം P. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും. ദീർഘകാലം തിരൂരങ്ങാടി ഏരിയ സെക്രട്ടറി ആയിരുന്ന P. പരമേശ്വരൻ എമ്പ്രാന്തിരിയുടെ വസതിയിൽ നിന്നാണ് കൊടിമര ജാഥ ആരംഭിക്കുക. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VP സക്കറിയയാണ് ജാഥ ക്യാപ്റ്റൻ. സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനവ ഉദ്ഘാടനം ചെയ്യും. 3 ജാഥകളും വൈകിട്ട് 6 മണിക്ക് പൊതുസമ്മേളന നഗരിയിൽ സംഗമിക്കും. സ്വാഗത സംഘം ചെയർമാൻ മന്ത്രി വി അബ്ദുറഹിമാൻ പതാക ഉയർത്തും. തിരൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം E. ജയൻ, ഏരിയ സെക്രട്ടറി സമദ് താനാളൂർ, KT ശശി, V. അബ്ദുൾ റസാഖ് എന്നിവരും പങ്കെടുത്തു. വെട്ട ന്യൂസ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.